നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം പുണർതം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. 2025 ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായി കാണുന്നുണ്ട്. എങ്കിലും ഭാഗ്യങ്ങളെല്ലാം അനുകൂലമാണ്. ജാനുവരി ഫെബ്രുവരിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഗൃഹം വയ്ക്കുന്നതിന്, അത് കണക്കെ തന്നെ വാഹനങ്ങൾ മേടിക്കുന്നതിന്, വിവാഹങ്ങൾ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വിവാഹം നടക്കുവാനുള്ള യോഗങ്ങളെല്ലാം ഈ മാർച്ച് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുന്നതാണ്. അതേ കണക്ക് ഈശ്വര അനുഗ്രഹം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. കലാരംഗത്ത് തനതായ സംഭാവനകൾ നൽകും. മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസ നേടുന്നതാണ്. അതേ കണക്ക് കടബാധ്യതകൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചു തീർത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹവും അതുമായി ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് അതെല്ലാം വിജയത്തിലെത്തുന്നതാണ്. ഒന്നിലധികം തൊഴിലുകളിൽ ഒരേ സമയം ഏറ്റെടുക്കുന്നതാണ്. കാർഷിക മേഖലയിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള ലാഭമൊക്കെ എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. അതേ കണക്ക് വിദേശ യോഗങ്ങളെല്ലാം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളെല്ലാം കാണുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചെറുതായിട്ടുള്ള പാളിച്ചകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്തു നിൽക്കുന്നതിനാൽ നഷ്ടപ്പെട്ട പോയിട്ടുള്ള അവസരങ്ങളെല്ലാം തിരികെ ലഭിക്കുന്നതാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതായിരിക്കും. അത് എന്തു തന്നെയായാലും, സാമ്പത്തികമായിട്ടാണെങ്കിലും അത് തൊഴിലിൻ്റെ കാര്യമാണെങ്കിലും ഏതായാലും ശരി തന്നെ ഈ മെയ് ജൂൺ മാസങ്ങളിൽ അതിനെല്ലാത്തിനും പരിഹാരം കണ്ടെത്തി വിജയശ്രീലാളിതരായി തീരുന്നതാണ്. അതിൽ മെയിനായിട്ട് പറയാൻ ഭവന നിർമ്മാണ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭവന നിർമ്മാണം എടുപിടിയുന്നത് തന്നെ അതെല്ലാം വിൽക്കുവാനെല്ലാം സാധിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ചെറിയ രീതിയിലുള്ള മുൻകോപങ്ങളൊക്കെ വരാൻ വഴിയുണ്ട്. അതെടുത്ത് പറയുവാൻ ഈ നക്ഷത്രം സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ മുൻകോപങ്ങളും കാര്യങ്ങളെല്ലാം കാണും. അതിൽ പറഞ്ഞ സ്ത്രീകളാണെങ്കിലും ചെറിയ മുൻകോപങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. എങ്കിലും ഇവരെല്ലാത്തിനെയും അതിജീവിക്കുന്നത് ഇവരുടേതായിട്ടുള്ള ഈശ്വര വിശ്വാസം കൊണ്ടാണ് എല്ലാത്തിനെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ സ്ഥിര വരുമാനമായിട്ടുള്ള മാർഗങ്ങളെല്ലാം കണ്ടെത്തി അതിൽ നിന്നെല്ലാം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വളരെ നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിയും. അത് കണക്കിൻ്റെ സമുദായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിൽക്കുവാനൊക്കെയുള്ള സമയമാണ്. പിന്നെ സഹപ്രവർത്തകരുടെയൊക്കെയുള്ള സാമ്പത്തിക സഹായമൊക്കെ മൂലമുള്ള ചെറുതായിട്ടുള്ളതൊക്കെ സാമ്പത്തിക സഹായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കിട്ടുന്നതൊക്കെയാണ്. സന്തോഷകരമായ ഒരു ദാമ്പത്തിക ജീവിതം തന്നെ ആയിരിക്കും ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിലുള്ളത്. പിന്നെ ഉദ്യോഗത്തിനെല്ലാം സ്ഥാനക്കയറ്റം കിട്ടും. ഉപരിപഠനത്തിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. അതേ കണക്ക് തന്നെ മറ്റുള്ളവരുടേതായിട്ടുള്ള കാര്യങ്ങളിലൊന്നും കൂടുതൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കുടുംബത്തിലെല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോകണമെന്നുള്ള ചിന്താഗതി കാണുകയും അത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. കൃഷിയിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടായിട്ടുള്ള ലാഭങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം. അപ്പോൾ ആരോഗ്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്തെങ്കിലും ആയിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പിന്നെ ശിവക്ഷേത്രങ്ങളിൽ പോവുക,
ശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ശുഭകരമായിരിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ധനലാഭം, അതേ കണക്ക് തന്നെ കാര്യസിദ്ധി എന്നിവയെല്ലാം അനുഭവപ്പെടും. പിന്നെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്കിടയാകും. പിന്നെ ശത്രുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അതുങ്ങളെല്ലാം തന്നെ മിത്രങ്ങളാവുന്നതൊക്കെയാണ്, ഏത് ശത്രുക്കളാണെങ്കിലും. പിന്നെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിലെല്ലാം ഈശ്വരാനുഗ്രഹം ഉള്ളതാണ്. പിന്നെ പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെപ്പോഴും ഈശ്വരവിശ്വാസങ്ങളെല്ലാം ഉള്ളതാണ്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഈശ്വരവിശ്വാസങ്ങളൊന്നും അല്ല. പിന്നെ ഇവരെ മുതിർന്നവരെയൊക്കെ, മാതാപിതാക്കന്മാരെയൊക്കെ അങ്ങേയറ്റം ആദരിക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ. പിന്നെ അതേ കണക്കിന് ആചാരാനുഷ്ഠാനങ്ങൾ വളരെ വിശ്വാസമുള്ളവരൊക്കെ തന്നെയാണ് ഇവരെപ്പോഴും. അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകാവുന്ന വ്യവസായ രംഗത്തായാലും ഏത് രംഗത്തായാലും ശരി തന്നെ, ശത്രുക്കളൊക്കെ വല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ദോഷം ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ഇവരെ എറിക്കുന്നതല്ല. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. അതുകൊണ്ട് ശ്രീരാമക്ഷേത്രങ്ങളിലൊക്കെ പോവുക, ശിവക്ഷേത്രത്തിൽ പോവുക, ദേവീക്ഷേത്രത്തിൽ പോവുക, പോയി പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ 2025 നല്ലൊരു വർഷം തന്നെയാണ്. നിങ്ങളെ തൊട്ടേ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.